നമ്മൾ ജീവിതത്തിൽ ഒരു പക്ഷെ കേട്ട നല്ലൊരു വാചകമായിരിക്കും നമ്മളെ ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നല്ലേ. നമ്മൾ ഒരിക്കലും ഒരു പുറംചട്ട കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പുറമോടി കണ്ടിട്ട് ഒരിക്കലും ഒരു ബുക്കിനെ വിലയിരുത്തരുതെന്ന് നമ്മൾ പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു പക്ഷേ നമ്മൾ ആ ഒരു ചില ആളുകൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആ ഒരു ബുക്കിന്റെ പുറമോടി കണ്ടിട്ട് ഒരു പക്ഷെ ബുക്ക് വായിക്കുന്നവരായിരിക്കാം. ചിലപ്പം ചിലരെന്ന് പറയുമ്പം ആ ഒരു ബുക്ക് അത്രമാത്രം ആസ്വദിച്ച് വായിച്ച് എന്നല്ല, ജസ്റ്റ് ആ ഒരു കോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ക്യാച്ചി ആയിട്ടുള്ള വേർഡെല്ലാം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഡിയെ കണ്ടിട്ട് നമ്മൾ ചില ബുക്കുകൾ വായിക്കാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ആ ബുക്ക് അത്ര ആസ്വദിച്ച് വായിച്ചെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട് വായിച്ചു പോകുന്ന ബുക്കുകളുണ്ട്. ചിലതൊക്കെ നമ്മൾ ആസ്വദിച്ച് വായിക്കുന്ന ബുക്കുകളും ഉണ്ട് അല്ലേ, അങ്ങനെയുണ്ട്. അപ്പം ഒരുപക്ഷെ ചില ബുക്കുകൾ വായിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞിട്ട് ഓക്കെ നല്ലൊരു ബുക്കാണെന്ന് പറഞ്ഞറിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചില ബുക്കുകളൊക്കെ വായിക്കാറുണ്ട്. ചിലത് നമ്മൾ കുറെ മാറ്റിവെക്കും, ലൈക്ക് പിന്നെ എപ്പോഴെങ്കിലും വായിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിവെക്കുന്ന രീതിയിൽ നമ്മൾക്ക് പതിവായിട്ടുണ്ട് അല്ലേ. അപ്പം ഒരിക്കലും നമ്മളൊരു ബുക്കിന്റെ കവർ കണ്ടിട്ട് ഒരു ബുക്കിനെ ജഡ്ജ് ചെയ്യരുതുള്ള ആ വലിയൊരു പ്രയോഗം ജീവിതത്തിലും നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു അർത്ഥം തരുന്ന ഒരു കാര്യമാണത്. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ ചിലത് പെട്ടെന്ന് നമ്മൾ എൻജോയ് ചെയ്ത് അല്ലെ, ചിലത് നമ്മൾ ആഴത്തിൽ അറിയാതെ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേരിനെ പോയിട്ട് നമ്മൾ സൗഹൃദം പറ്റി കുറച്ച് നാൾ സൗഹൃദം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരെ വിട്ടുകളഞ്ഞു പോകുന്നവർ ഒത്തിരി ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ ചിലർ നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ട് ഒരുപക്ഷെ അവർ നമ്മളിലേക്ക് കുറച്ചും കൂടെ ആഴത്തിൽ വന്ന് നമ്മളെ പരിചയപ്പെടാനും നമ്മളുടെ കാര്യങ്ങൾ അറിയാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളുണ്ടാവും. പക്ഷെ ഒരുപക്ഷെ നമ്മൾ അവരുടെ ആ ഇതുകൊണ്ട് മീൻസ് അവരുടെ ഒരു പ്രത്യേക രീതി കൊണ്ടൊക്കെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടവർ കുറെ അധികം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം ഒരു പക്ഷെ. അതുപോലെ തന്നെ കുറെ അധികം പേര് നമ്മൾ പുറമോടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര നല്ലതായിരിക്കും വിചാരിച്ച് നമ്മൾ കൂടെ കൂട്ടുന്നവരുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ കുറെ നാൾ മുന്നോട്ട് പോയി കഴിയുമ്പം ഇടവഴിയിൽ നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തിൻ്റെങ്കിലും പേരിൽ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾക്കൊരു പക്ഷേ വേദന തരാം, പക്ഷെ അവർക്ക് വേദന കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറച്ച് നമ്മളെ നല്ല ബന്ധങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മാറ്റി നിർത്തുന്ന കുറെ അധികം ഫ്രണ്ട്സ് ഉണ്ട്. ഒരു പക്ഷെ അവർക്ക് നല്ല പ്രൊമോഡി കാണത്തില്ല, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എന്താ പറയാ ഒരു നല്ല കരിയറോ ഒന്നും കാണത്തുണ്ടാവില്ല. ഒരു പക്ഷെ ആ രീതി കൊണ്ട് നമ്മൾ നിർത്തിപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ജീവിതത്തിലൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഈ മാറ്റി നിർത്തുന്ന നല്ല ഫ്രണ്ട്സുകൾ, നമ്മൾ പുറമോടിയൊന്നും അത്ര വലിയ ഇല്ലാത്ത കുറെ ഫ്രണ്ട്സുകളുണ്ട് ജീവിതത്തിൽ അല്ലേ. അവരായിരിക്കും നമ്മൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അർത്ഥം തരുന്ന ആളുകളും. അപ്പം നമ്മൾ ജീവിതത്തിലെ ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്തുമ്പോൾ ഒരിക്കലും പുറമോടി നോക്കി നമ്മൾ കണ്ടെത്താൻ പാടില്ല. അവരുടെ ഹാർട്ടും ഹൃദയവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചും ഒക്കെ കണ്ടിട്ട് വേണം നമ്മുടെ ഫ്രണ്ട്സിനെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പുറമോടി നോക്കി നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഇടവഴിയിൽ എവിടെയെങ്കിലും നമ്മൾ വിട്ടു പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്രണ്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അത്ര ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുവന്നവരുണ്ട്. ഓഫ് കോഴ്സ് ഇല്ല എന്നല്ല, ബട്ട് കൂടുതലും അങ്ങനെയുള്ളവരല്ല. ബട്ട് എങ്കിലും നമുക്ക് കുറച്ചെണ്ണത്തിൽ ഉള്ളതെങ്കിൽ കൂടിയും നമ്മൾക്ക് നല്ല ഫ്രണ്ട്സുകൾ ജീവിതത്തിലുടനീളം കിട്ടാവുന്നുണ്ടെങ്കിൽ അതിൽ പറയാൻ വേറെ ഒന്നുമില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ അവരുമായിട്ട് പങ്കിടാനൊക്കെ നമുക്ക് കഴിയുന്ന ഏറ്റവും നല്ലൊരു കൂട്ടരാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെ. നല്ല ഫ്രണ്ട്ഷിപ്പ് ജീവിതത്തിലുടനീളം കൊണ്ടുനടക്കാൻ പറ്റി നല്ല ഒരു ഏറ്റവും നല്ലൊരു സുഹൃത്ത് ഉണ്ടാകുന്ന വലിയൊരു കാര്യമാണ് അല്ലേ. ഒരിക്കലും നമ്മൾ പുറമോട് നോക്കി ആരെയും സുഹൃത്തായിട്ട് തിരഞ്ഞെടുക്കാൻ പാടില്ല. അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പരിചയം സമ്പാദിച്ച് അതിൽ നിന്നുണ്ട് അത് ഡെവലപ്പ് ചെയ്ത് അത് വളർന്ന് ജീവിതത്തിലുടനീളം കൊണ്ടുപോകാൻ പറ്റിയ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഒരിക്കലും നമ്മൾ പുറമോട് നോക്കി സെലക്ട് ചെയ്തിട്ട് പാതി വഴിയിലിട്ടിട്ട് പോകുന്ന ആളുകളെക്കാൾ കൂടുതൽ നമ്മൾക്ക് ഉപകാരപ്പെടുന്നതും നമ്മുടെ ജീവിത യാത്രയിൽ കൂടെ കൂട്ടാവുന്നതും നമ്മുടെ ഏറ്റവും നല്ല ഹൃദയമുള്ള ഏറ്റവും നല്ല ആളുകളെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് തന്നെയായിരിക്കും. ജീവിതത്തിൽ വലിയൊരു പാഠമാണ് നമുക്കും പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ കാര്യങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് ചില സമയങ്ങളിൽ. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്ന ലൈഫിലേക്ക് നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരില്ലാതെ നമുക്കൊരു പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കാം. പക്ഷെ കുറച്ചൊക്കെ ഒരു നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ നല്ലൊരു ചിന്തയോട് കൂടി ആവട്ടെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ തുടക്കം. ഓക്കെ.